നിറത്തിൻ്റെ പേരിൽ അപമാനം നേരിട്ട സംഭവത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. എന്നുള്ള നിറത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് എതിരെ ഒരു പയറ്റാൻ ആർക്കെങ്കിലും ഇപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് എനിക്കുണ്ടായ അനുഭവം വെച്ചിട്ട് ആ ഒരു യുദ്ധത്തെ കളത്തിലോട്ട് ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ വന്നതാണ്. ഞാൻ ഇപ്പം 7 മാസമായിട്ട് സംസ്ഥാനത്ത് ഉയർന്ന ബ്യൂറോക്രാറ്റായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. അതിന് മുൻപ് ഞാൻ ശാരദാ മുരളീധരൻ എന്നുള്ള രീതിക്ക് ഇപ്പോൾ ഞാൻ ജനിച്ച സമയം മുതലുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് 4 വയസ്സിൽ തുടങ്ങിയ ഉണ്ടായ ഒരു ധാരണയാണ്. കറുപ്പിനെന്തോ പ്രശ്നമാണ്, ഞാൻ കറുപ്പാണ്, എനിക്കെന്തോ പ്രശ്നമാണ്, എന്നെ ഒന്നും തിരുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അതിന് ഞാൻ ഇപ്പം അന്ന് തുടങ്ങിയത് എന്തുമുണ്ട്, അത് സമൂഹത്തിൻ്റെ നമ്മുടെ ഉള്ളിലെ നമ്മളെല്ലാവരും സ്വാംശീകരിച്ചിരിക്കുന്ന ചില വാല്യൂ സിസ്റ്റംസാണ്. അപ്പോൾ ഈ സ്വാംശീകരിച്ചിരിക്കുന്ന വാല്യൂ സിസ്റ്റത്തിനെ നമ്മൾ തിരിച്ചറിയണം. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നമ്മുടെ എല്ലാവരും തന്നെ വീടുകളിൽ കല്യാണം കഴിക്കുന്ന കാര്യം മുതൽ അങ്ങോട്ട് നമ്മൾ നോക്കുന്നത് അതാണല്ലോ, നിറമാണല്ലോ. അഴകും നിറവും ഒക്കെ നമ്മൾ ഒരുമിച്ചാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം അവിടെ നിന്ന് കറുപ്പ് അഴകാണ്, ഞാൻ കറുപ്പാണ്, ആ കറുപ്പിനൊരു കുറവില്ല. ഈ കറുപ്പ് എന്ന് പറയുന്നതിൻ്റെ ആയിട്ട് വരുന്ന ഒരു മൊത്തം വാല്യൂ സിസ്റ്റം, വാല്യൂ കണ്ണറ്റേഷൻസ് ഉണ്ടല്ലോ. ഇത് മനസ്സ് കറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളുടെ ചിന്ത കറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ഇപ്പം കറുപ്പ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്തോ വൃത്തികെട്ട സാധനമായിട്ടാണ്. അപ്പോൾ ഈ വൃത്തികേടല്ല കറുപ്പ്, വൃത്തിയാണത്. അപ്പോൾ അവിടേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമ്പോഴേ നമ്മുടെ ഈ ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഡോക്ട്രിനേഷൻ നമുക്ക് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റായ ബോധം എന്താ? നമ്മുടെ എല്ലാവരുടെയും ബോധത്തിലുള്ളതല്ലേ. നമ്മളെല്ലാവരും അറിഞ്ഞും അറിയാതെ കാണിക്കുന്നുണ്ടോ? നിറം കുറവാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നമ്മുടെ സംസാരത്തിൻ്റെ അകത്ത് ഉടനീളം വരുന്നതല്ലേ. ഇത് എൻ്റെ മനസ്സിലുള്ള കാര്യമൊന്നുമല്ല, ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഈ നമ്മളുടെ എല്ലാവരും ഇവിടെ വേറെ ആരോടെ സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഈ കോംപ്ലക്സുകൾ പല ഇതും പറഞ്ഞിട്ടായിരിക്കും കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ചിലർക്ക് മുടി പോയതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും, ചിലർക്ക് നിറം മങ്ങിയതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും, വണ്ണം കൂടിയതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും, അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഒരു ഇൻട്രോവേർട്ടാണ് എന്നുള്ളതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും. പലതരത്തിലുള്ള കോംപ്ലക്സുകളുടെ കൂടാരങ്ങളാണ് മനുഷ്യർ. ആൻഡ് ഈ കോംപ്ലക്സുകളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഒരു വിധത്തിൽ നോക്കിയാൽ നമ്മളൊരു ഹോമജനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മനുഷ്യർ, ഏറ്റവും നല്ല മനുഷ്യർ, ഐഡിയൽ മനുഷ്യർ ഇങ്ങനെ ആയിരിക്കണം, നമ്മളെല്ലാവരും അതിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പക്ഷേ ഈ ഹോമജനൈസേഷൻ തെറ്റാണ്. ആക്ച്വലി ഹോമജനൈസേഷൻ അല്ല മനുഷ്യരെ മനുഷ്യനാക്കുന്നത്. ഏറ്റവും യുണീക്കായിട്ടുള്ള സ്പീഷീസ് നമ്മളാണ്. ആൻഡ് അതിന് കാരണം നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ ആ ഡൈവേഴ്സിറ്റിയെ നമ്മൾ ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിനെ അധിക്ഷേപിക്കുകയോ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല. അപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഡൈവേഴ്സിറ്റിയുടെ ഓരോ ഘടകത്തിനെയും അതിൽ നമ്മൾ സന്തോഷിക്കണം, അതിൽ നമ്മൾ അഹങ്കരിക്കണം, അതിൽ ആസ്വദിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയിലോട്ട് നമ്മൾ വളരണം. എനിക്ക് തോന്നിയത് തിരിച്ചാട്ടോ. കാരണം കേരളത്തിലായതുകൊണ്ട് ഇന്ന് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് ഇത്ര വലിയൊരു പ്രതികരണം ഉണ്ടായി. എത്ര പേര് എന്നെ ഇത് വിളിക്കുന്നു, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, എത്ര പേര് ഇതുമായിട്ട് ഇപ്പം തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ചങ്കുറ്റമുള്ള ഒരു സമൂഹമായിട്ടാണ് ഞാൻ കേരളത്തിനെ കാണുന്നത്. അത് നമ്മുടെ നവകേരളത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഒരു മാസത്തിൽ ഞാൻ റിട്ടയർ ചെയ്യുക.
അപ്പോൾ ഈ വെറുതെ ഒരു കൊല്ലാപ്പിന് പോണോ എന്ന് ഇടയ്ക്കും കൂടെ തോന്നിപ്പോയി. അപ്പം അതുകൊണ്ട് ഞാൻ പിൻവലിച്ചതാണ്. ഇപ്പോൾ കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പ്രതികരണങ്ങൾ വന്നു. അപ്പോൾ ഈ പ്രതികരണങ്ങൾ വരികയും ഇതിപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു സാധനമാണോ ഞാൻ എടുത്തിട്ടത് ഒരു സംശയം വന്നതുകൊണ്ട് ഞാൻ പിൻവലിച്ചതാണ്. പക്ഷേ അത് പിൻവലിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ മീഡിയയിൽ നിന്നും അല്ലാതെയും ഒക്കെ ആളുകൾ ചോദിക്കുകയുണ്ടായി, അതെന്തിനാണ് പിൻവലിച്ചത് എന്ന്. നമ്മൾ സംസാരിക്കേണ്ടുന്ന വിഷയമല്ലേ. നിങ്ങൾ ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ അനുഭവം പലർക്കും ഒരു പ്രേരണയാകില്ലേ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ ഇത് വന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രേരണയായത് എൻ്റെ ഭർത്താവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരിയാ എന്നാൽ അത് മാത്രമല്ല, അതിപ്പം എന്തുകൊണ്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത് എന്നുള്ളതും കൂടി വിവരിച്ചു കൊണ്ടിട്ടത്. ഇല്ല, ഇതൊരു പ്രത്യേക അനുഭവമാണ്. ഇപ്പം എനിക്ക് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള ശാരദ എന്ന നിലയ്ക്ക് ധാരാളം കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അതിന് ഇപ്പം ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് കേൾക്കാതിരിക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ശരിയാണ്, ഞാൻ ശാരദയാണ്, ഞാൻ കറുപ്പാണ്. ഈ കറുപ്പിനെ കുറിച്ച് ഞാൻ ഡിഫെൻസീവായിരുന്നു കുറച്ച്. എനിക്ക് അതിൽ നിന്നിട്ട് ഇവേസീവായിട്ട് ഒളിച്ച് നടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5-6 വർഷമായിട്ട് എൻ്റെ ഇതിനോടുള്ള മനോഭാവം മാറിയിട്ടുണ്ട്. കറുപ്പെന്ന് പറയുന്നത് ഞാനായിട്ട് ഏറ്റെടുക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. എൻ്റെ കറുപ്പ് എന്നുള്ളത് എൻ്റെ അഴകിനെയോ എൻ്റെ സ്വഭാവത്തിലോ കുറവ് വരുത്തുന്നതല്ല, അതിന് മാറ്റി കൂട്ടുന്നതാണ് എന്നുള്ള തരത്തിൽ ചിന്തിക്കാനായിട്ട് ഞാൻ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ ഈ ഇൻഡോക്ട്രിനേഷനും കൾച്ചറേഷനും എന്ന് പറയുന്നത് തന്നെ ഒരു വിദ്യാഭ്യാസമാണ്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പം നമ്മൾ കൊടുക്കേണ്ടുന്നത് എന്താണ്, നമ്മൾ മെസ്സേജ് കൊടുക്കേണ്ടുന്നത്, ആ മെസ്സേജുകളല്ല പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വീട്ടിൻ്റെ സ്കൂളിൽ മാത്രം നിന്ന് കിട്ടുന്നതല്ല. വീട്ടിൻ്റെ അകത്തു നിന്നും നമ്മുടെ എല്ലാ സോഷ്യൽ സ്പേസുകളിലും നമുക്ക് കിട്ടുന്ന ഒരു ലേണിംഗ് ആണ്. അപ്പം ഇൻഫോർമലായിട്ടുള്ള ലേണിംഗ് നമ്മൾ ആവർത്തിച്ച് റീഇൻഫോഴ്സ് ചെയ്യുകയാണ് കറുപ്പ് പ്രശ്നം. പറയൂലല്ലോ, അത് ഞാൻ പറയില്ലല്ലോ, അത് ചോദിക്കരുത്. ശരിയാണ്. ഇതിപ്പം കൂടുതൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പം ചെങ്ങന്നൂർ സബ് കളക്ടർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഞാൻ ഈ ടിക്കറ്റ് ഇപ്പം അവധി ദിവസങ്ങളിൽ വീട്ടിൽ പോകുമായിരുന്നു, ഭർത്താവിനെ കാണാനായിട്ട് പോയിരുന്നു. ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആര് പിടിച്ചില്ലെങ്കിൽ എന്നെ പിടിച്ചിരിക്കും. ഞാൻ വിചാരിക്കാറുണ്ട്, എന്നിട്ട് കണ്ണ ലക്ഷണം ഉണ്ടല്ലേ മുഖത്ത് കണ്ടാലും. ഇപ്പം ഞാൻ തിരിച്ചറിയുന്നു അത് നിറത്തിൻ്റെയും കൂടി ഒരു ഇതുണ്ട്. നമ്മുടെ പലതരത്തിലുള്ള ഈ ഐഡൻറ്റിറ്റികൾ നമ്മളെല്ലാവരും കൂടി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കാണണമെങ്കിൽ നമ്മൾ കറുപ്പ് ആണ് ഇത് കാണിക്കുക. ഇത് മോശപ്പെട്ടവർ വൃത്തികേടായിട്ടുള്ളവരെ ഇത് കാണിക്കുകയാണെങ്കിൽ നമ്മളത് കറുപ്പ് എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുക. അപ്പം ഇത് പല തരത്തിലാണ്. ഒരു സ്കിന്നിൻ്റെ നിറം മാത്രമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിലും നമ്മുടെ ലാംഗ്വേജിലും നമ്മുടെ ചിന്തയിലും ഒക്കെ കടന്നുകൂടിയിരിക്കുന്ന ഒരു സംഗതിയാണ്. മാറ്റണം. പിന്നെ ഈ തമാശ എന്ന് പറയുന്ന സാധനം വാസ്തവത്തിൽ വേദനിപ്പിക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് കൊടുക്കുന്നവർക്ക് അത് തമാശ, കൊള്ളുന്നവർക്ക് അത് വേദനയാണ്. കറുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ യുദ്ധത്തിനിറങ്ങാം എന്ന് തീരുമാനിച്ചു. നമ്മൾ സ്വാംശീകരിച്ചിരിക്കുന്ന മൂല്യങ്ങളുടെ പ്രശ്നമാണ്. മനസ്സും ചിന്തയും കറുപ്പാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നും
ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ചോദിക്കുന്നു, നിറത്തിൻ്റെ പേരിൽ അപമാനം നേരിട്ട സംഭവത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നേതാക്കളും പൊതുജനങ്ങളും ഇക്കാര്യത്തിൽ പിന്തുണയുമായി രംഗത്തെത്തി. ഈ വിഷയത്തിലാണ് ശാരദാ മുരളീധരൻ മാധ്യമങ്ങളോട് തത്സമയം പ്രതികരിച്ചത്.